നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണോ? ശരി, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കിനാവിൽ പരന്നേ മോഹങ്ങൾ നിലാവായി പൊഴിഞ്ഞേ കാലത്തിൻ ചുരങ്ങൾ കടന്നേ തേനൂറും ദിനങ്ങൾ വരുന്നേ കുഞ്ഞിക്കൂട്ടിൽ മഞ്ഞ് തൂകാൻ വാ മേഘമേ നീ കൂട്ടിൽ മഞ്ഞ് തൂകാൻ വാ മേഘമേ നീ തടഞ്ഞാലും ഞാൻ എന്റെ പ്രാക്ടീസ് നിർത്തില്ല. എന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തിനാണ് ഈ കറക്റ്റ് സമയത്ത് കറക്റ്റ് അല്ലാത്ത എൻട്രി തന്ന് എന്നെ ഇങ്ങനെ കൊല്ലാകൊല ചെയ്യുന്നത്? ചേട്ടൻ റേഡിയോ ഓഫ് ചെയ്തപ്പോ എനിക്കും ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ? അതൊക്കെ പോട്ടെ, ചേട്ടൻ എന്തോ ടെൻഷനിലാന്ന് തോന്നുന്നു. ചേട്ടനെ കൂളാകാൻ ഞാനൊരു വേറെ പാട്ട് പാടട്ടെ? ഇനി പാട്ടെന്ന് പറഞ്ഞ എന്റെ മുന്നിൽ വന്ന് നിന്നാ കൊന്നുകളഞ്ഞ ആ റേഡിയോ എങ്ങുതാ. ചേട്ടനൊക്കെ ആരാ ആനിമേഷൻ കമ്പനിയിൽ ജോലി തന്നെ? ബുദ്ധിയില്ലാത്ത ചേട്ടനെയാണല്ലോ എനിക്ക് ഇഷ്ടം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ നമ്മുടെ കാമുകി ആരാണെന്ന് മനസ്സിലാക്കായിരുന്നു. സാരമില്ല, ഇപ്പോഴും സമയം കഴിഞ്ഞു പോയിട്ടില്ല. നിർത്തിയെടുത്ത് നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. രഞ്ജിതമേ ഏ രഞ്ജിതമേ മനസ്സ് വലിക്കൂ. ഗുരുജി പറഞ്ഞതുപോലെ ആ ആത്മാവ് ഏതോ ഒരു ക്ഷേത്രത്തിനടുത്താണുള്ളത്. ആ ക്ഷേത്രം എവിടെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എന്താന്നറിയില്ല, ഈ ആഴ്ച പൂവിന് വല്ലാതെ വില കൂടി. പൂവിനാണെങ്കിൽ ചെലവുമില്ല, വെയിലത്ത് കിടന്ന് വാടി പോവാ. അതെ, പറഞ്ഞു സാറേ. ഇവിടെ ഈ അമ്പലങ്ങൾ കൂടുതലുള്ള സ്ഥലം എവിടെയുള്ളത്? അമ്പലം അധികം ഉള്ളത് മധുരയിലാ. അല്ലടി, മധുരയിൽ മാത്രമാണോ അമ്പലം ഉള്ളത്? കുംഭകോണത്തിൽ ഒരുപാട് അമ്പലങ്ങളില്ലേ? ഇല്ല, ദേവീക്ഷേത്ര കുംഭകോണത്ത് എവിടെയുള്ളത്? അറിയാത്ത കാര്യം മധുരയിലല്ലേ കുറെ ഉള്ളത്. നിനക്കൊന്നും അറിയില്ല. മധുരയിലെ കൂടുതൽ അമ്പലം. അല്ലല്ല, കുംഭകോണത്തിലെ അധികം അമ്പലങ്ങൾ. മധുരയിലെ കൂടുതലുള്ളത് കുംഭകോണത്തില്. അതെ അതെ, ഒന്ന് നിർത്തോ. നിങ്ങൾ പറയുന്ന ഈ മധുര ഏത് ദിശയിലാ ഉള്ളത്? മധുര തെക്ക് ഭാഗത്തേക്ക്. അല്ല, നിങ്ങൾ പറഞ്ഞ കുംഭകോണം ഏത് ഭാഗത്താ? അത് കിഴക്ക് ദിശയില്. അല്ല, അങ്ങനെയാണെങ്കില്
ഈ വടക്ക് ദിശയിലെ അമ്പലങ്ങൾ കൂടുതലുള്ള സ്ഥലം എവിടെയുള്ളത്? അത് ഞാൻ അതറിയില്ല. ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നേ. ആ കാഞ്ചീപുരത്തുണ്ട്. ശരിയടി, അടുത്തുള്ള കാഞ്ചീപുരം നമ്മൾ മറന്നു. സാറേ, നിങ്ങൾ ചോദിച്ചതുപോലെ കാഞ്ചീപുരം വടക്ക് ഭാഗത്തുള്ളത്. അവിടെ കുറെ അമ്പലങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ആത്മാവ് കാഞ്ചീപുരത്തിൽ തന്നെ ഉണ്ടാവണം. എനിക്ക് എത്രയും വേഗം തന്നെ കാഞ്ചീപുരത്തിലെത്തണം. അപ്പോ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ശരി ശരി, ഞാനത് മറന്നു. ബാപ്പു, ചേച്ചി, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ട് ഇപ്പൊ? ഉറപ്പായിട്ടും വേണം. നിന്റെ ബോയ്ഫ്രണ്ട് ഇവിടെ വരുമല്ലോ അല്ലേ? പറഞ്ഞിട്ടുണ്ട്, അവൻ ഇപ്പൊ വരും. വരട്ടെ. അവൻ എങ്ങനെയുള്ള ആളാണെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. വാ. ഉച്ചഭക്ഷണമല്ലേ? ആ, കൊടുത്തോട്ടെ. അകത്തോട്ട് വന്നേക്കണം, നമ്മുടെ ആൾക്കാരുണ്ടാവും, അവര് ശ്രദ്ധിച്ചോളൂ. ആ ശരി. ആ, എന്താ അനാമികെ? ഹായ് മദർ, സുഖാണോ? നന്നായിരിക്കുന്നു. എന്താ നിങ്ങൾ മാത്രമായിട്ട് വന്നേ? അച്ഛൻ വന്നില്ലേ? ഇല്ല മദർ, ഞങ്ങള് വന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയാ. അങ്ങനെയാണോ മോളെ? എന്താ കാര്യം? ആ, പറ മോളെ. വേറൊന്നല്ല മദർ, ഇവളൊരാളായിട്ട് ഇഷ്ടത്തിലാണ്. ദേ ഇവിടെ സ്ഥലം. ഇങ്ങനൊരു ടെസ്റ്റ് വെച്ചാ അവൻ എങ്ങനെയുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതിനു വേണ്ടിട്ടാ. ഇതിൽ എന്താ ഞാൻ പറയും? നിന്റെ അനിയത്തിയുടെ കാര്യത്തില് എന്തായാലും നല്ലത് മാത്രമല്ലേ നീ ചിന്തിക്കുള്ളൂ. ഇങ്ങനെയെല്ലാം നേരത്തെ കൂട്ടി ആലോചിച്ചാ നമ്മുടെ തീരുമാനങ്ങളും ശരിയാവും. അച്ഛനെ പോലെ തന്നെ നീയും നല്ല ബുദ്ധി സാമർഥ്യമുള്ള പെണ്ണ. കേട്ടില്ലേ? മദറും എനിക്ക് സപ്പോർട്ടാ. ഓക്കെ മദർ, ഞങ്ങൾ എന്തായാലും പുറത്ത് വെയിറ്റ് ചെയ്യാം. പിന്നെ അച്ഛനോട് ഈ കാര്യത്തെ കുറിച്ചൊന്നും പറയണ്ട. ഞാനൊന്നും പറയാൻ പോകുന്നില്ല, നിങ്ങൾ ചെല്ലേ. വാ. സൂക്ഷിച്ചു നടക്ക്. ഇരുന്നോളൂ. നമസ്കാരം. അത് നമസ്കാരം. എന്താ സുഖല്ലേ? എനിക്ക് സുഖം തന്നെ. അല്ല, ഇദ്ദേഹം ആരാന്നെന്താ? ഈ മുത്തച്ഛനെ ഞാൻ വഴി വെച്ച് കണ്ടതാ. മത് കണ്ടപ്പോ തന്നെ എനിക്കെന്തോ പാവം തോന്നി. ഇവരുടെ സ്വന്തം മക്കള് തന്നെ ഈ പാവത്തിനെ വീട്ടിൽ നിന്ന് പുറത്താക്കിന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ 2 ദിവസമായെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം വാങ്ങിക്കൊടുത്ത് അദ്ദേഹത്തെ നേരെ ഈ ആശ്രമത്തിൽ കൊണ്ടുവന്ന് ചേർക്കാന്ന് കരുതി. അങ്ങനെയല്ലേ? അതെ മദർ. ശരി സിസ്റ്റർ. എന്താ മദർ? ഇദ്ദേഹത്തെ കൊണ്ടുപോയി മെഡിക്കൽ ചെക്കപ്പ് നടത്ത്. ഞാൻ വരാം. ശരി, എണീച്ച. ചെല്ല്, സിസ്റ്ററുടെ കൂടെ പോയിക്കോട്ടോ. നന്ദ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മോനെ? ചോദിച്ചു മദർ. ഇപ്പൊ കൊണ്ടുവന്ന ഇദ്ദേഹത്തെയും ചേർത്ത നീയായിട്ട് ഈ ആശ്രമത്തിൽ കൊണ്ടുവന്നാക്കിയവര് മൊത്തം 15 പേരാ. പക്ഷെ നിന്നെ കൊണ്ട് ഒരു 10 രൂപയെങ്കിലും ഡൊണേഷൻ തരപ്പെടുത്താൻ സാധിച്ചോ? പാവപ്പെട്ടവർക്ക് ഒരുപക്ഷെ പണം ആവശ്യം വരില്ലായിരിക്കും. എന്നാ അവര് സംരക്ഷിക്കാൻ പണം വളരെ അത്യാവശ്യമാ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും നാൾ എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നില്ല, ഡൊണേഷൻ തരാനുള്ള കഴിവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല സാലറി ഉള്ളൊരു ജോലി കിട്ടി. അടുത്ത മാസം ആദ്യത്തെ സാലറി വന്നതും അതിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് ചെലവാക്കാൻ പോകുന്നത് ഈ ആശ്രമത്തിന് വേണ്ടിയുള്ള ഡൊണേഷൻ ആയിരിക്കും. നിന്റെ ആഗ്രഹം പോലെ എല്ലാം നടന്ന സന്തോഷം തന്നെ. ഉറപ്പായിട്ടും ചെയ്തിരിക്കും, എന്നെ ഒന്ന് വിശ്വസിക്കുന്നേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മദർ. താങ്ക്സ്. ശരി മോനെ.